നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് പ്രവർത്തിച്ചിരുന്ന കരിക്കുന്നേത്ത് ടെക്സ്റ്റൈൽസിൽ ഒരു തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി ഞാൻ ഇച്ചിരി പർച്ചേസിന് വേണ്ടി ഞാൻ പോയിരുന്നു. ഞാൻ ചെന്ന സമയത്ത് ആകെ ഒരു നിശബ്ദതയായിരുന്നു. പ്രത്യേകിച്ച് ആളും ബഹളമൊന്നുമില്ല. സ്റ്റാഫുകളാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ ഒരു നിശബ്ദതയും ഒരു മൂകതയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ആകെ ഒരു മടുപ്പാണല്ലോ, മൊത്തത്തിലൊരു മൂകതയാണല്ലോ, എന്താണ് സെയിൽ മടുപ്പെന്ന് പറയുന്നത്. പൊതുവെ ചൊവ്വാഴ്ച ദിവസം അല്പം മന്ദതയുണ്ടാവും. അപ്പോൾ അതിൻ്റെ സെയിലും കൂടി ശരാശരി തിങ്കളാഴ്ച കിട്ടിയിരിക്കും. ഞാൻ പോയ സമയമെന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണ്, നല്ല തിരക്കുള്ള സമയമാണ്. ഞാൻ എന്നാൽ ആ ഷോറൂമിൽ കയറാൻ വേണ്ടി തന്നെ ഞാൻ അവിടെ പോയതാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. പക്ഷേ എന്നിട്ടും അവിടെ ആളും ബഹളമൊന്നും ഇല്ല. വന്നപ്പോൾ എനിക്ക് ചെറിയ സംശയം തോന്നി. എന്തോ മൊത്തത്തിലൊരു മൂകതയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങുകയും ചെയ്തു. അത്യാവശ്യം നല്ല റേറ്റുമായിരുന്നു ആ സാധനങ്ങൾക്കെല്ലാം. പുറമെ മറ്റുള്ള കടകളിലൊക്കെ പുളിമൂട്ടിലോ അല്ലെങ്കിൽ ശീമാട്ടിയിലൊക്കെ പോകുന്നതിനേക്കാളും അല്പം റേറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. എന്നാലും ഞാൻ എടുത്തുകൊണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ അറിയുന്നത് ആ ഷോറൂം പൂട്ടി എന്നാണ്. ഞാൻ അതിൽ ചെന്നപ്പം ഞാൻ അറിയുന്നത് ആ ഷോറൂം പൂട്ടി, സെയിൽ മടുപ്പായ കാരണം പൂട്ടി എന്നാണ് ഞാൻ അറിയുന്നത്. അതും ഈ പറയുന്ന പോലെ പെട്ടെന്ന് മുൻകൂർ തീരുമാനമൊന്നും ഇല്ലാതെ തന്നെ നിർത്തിപ്പോയ കേസായിട്ടാണ് അന്ന് എനിക്കറിയാൻ സാധിച്ചത്. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇന്ന് അടൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അടൂർ കരിക്കുന്നേത്ത് ടെക്സ്റ്റൈലും ഈ പറയുന്ന പോലെ ശനിയാഴ്ച പൂട്ടിപ്പോയതാണ്. തിങ്കളാഴ്ച തുറന്നില്ല. ആ തുറക്കാത്ത വിവരം മുൻകൂട്ടി ജീവനക്കാരെ അറിയിച്ചിട്ടുമില്ല. ജൂൺ മാസത്തെ സാലറി കിട്ടുമെന്നും പറഞ്ഞ് ജീവനക്കാർ അങ്ങേയറ്റം ആകാംക്ഷയോടെ, ഇന്ന് 30-ാം തീയതിയല്ലേ, ഇന്നുകൊണ്ട് കിട്ടി തുടങ്ങും. ഞാൻ 1-2 കാറ്റഗറി ആയിട്ട് ഇന്നോ നാളെയൊക്കെ ആയിട്ട് സാലറി കൊടുക്കേണ്ട ദിവസങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് അവർ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം അവർ ജോലിക്ക് വരിക. വന്ന് കടയുടെ മുമ്പിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് നിശ്ചിത സമയം കഴിഞ്ഞിട്ടും പ്രസ്ഥാനം തുറക്കാൻ ആൾ വരുന്നില്ല. ആൾ വരാതായപ്പോഴത്തേക്ക് അവർ മാനേജ്മെൻറ്റിൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് ചെന്നു. എന്നപ്പോൾ അവിടെ എങ്ങും ആരുമില്ല എന്നൊക്കെയാണ് ഇന്ന് TV മാധ്യമങ്ങളിലൂടെ നമുക്കിന്ന് അറിയാൻ സാധിച്ചത്. മൊത്തത്തിൽ വ്യാപാരമെല്ലാം മന്ദഗതിയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ബിസിനസ്സും ഡെവലപ്പായതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകളെല്ലാം ശരാശരിക്ക് താഴെയാണ്. പിന്നെ നല്ലൊരു ശതമാനം വ്യക്തികളും ഈ പറയുന്ന പോലെ ഈ പണി ഇട്ടിട്ട് മറ്റൊരു പണിക്ക് പോകാൻ അവർക്ക് അറിയില്ല. അവരിത് ചെയ്ത് ശീലിച്ചു പോയി. ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഇട്ട് എറിഞ്ഞ് പോവുക, ഒന്നും അറിയാൻ പാടില്ലാതെ പുതിയൊരു പരിപാടിക്ക് പോയി അത് ഒന്നിൽ നിന്നും തുടങ്ങി എത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാമ്പത്തിക മന്ദതയുള്ള ഈ കാലഘട്ടത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരങ്ങ് ആ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് തന്നെ ഞാനൊരു വീഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു ജൂവലറി നിർത്തിപ്പോയെന്ന്. എന്തു തന്നെയാണെങ്കിലും ആ മാനേജ്മെൻറ്റ് ചെയ്തത്, കരിക്കുന്നേത്തിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്തത് ശരിയായ നടപടിയായില്ല. സാധുക്കളായ ജനതയെ ഇങ്ങനെ പെരുവഴിയിൽ നിർത്തിയിട്ട് പോയ ഈ ഒരു പ്രവണത ഒട്ടും തന്നെ ശരിയല്ല. എന്തു തന്നെ ഉണ്ടെങ്കിലും ജീവനക്കാരിൽ ചിലർ പറയുന്നുണ്ട് ബിസിനസ് മടുപ്പും സാമ്പത്തിക മന്ദത എന്തൊക്കെയോ ഇവിടെ നടക്കാൻ പോകുന്നു എന്നവർക്ക് ഏകദേശമൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്നു. അവരുടെ ആ നോളജ് വെച്ച്, അവർ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്ത് വരുന്നവരല്ലേ, അവർക്ക് അറിയാവില്ല ഏകദേശം എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു നിലപാട് അവർക്ക് കാണാപ്പാടമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മുൻകൂട്ടി കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നിശ്ചിത സമയം കഴിഞ്ഞാൽ അവർക്ക് വൈകിട്ട് 7 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പായിട്ട് തന്നെ അവർ പണി നിർത്തി വീട്ടിൽ പോകുന്നവരാണ്. പ്രസ്ഥാനം പൂട്ടിപ്പോകുന്ന സമയം വരെ കൂട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള അക്കൗണ്ടൻറ്റ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ യഥാർത്ഥ പൂർണ്ണരൂപം അറിയുള്ളൂ. അല്ല സാധാരണമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇതിൻ്റെ പൂർണ്ണരൂപമൊന്നും അറിയാൻ സാധിച്ചെന്ന് വരികയല്ല. എന്തായാലും ഈ ജൂൺ മാസത്തെ സാലറി അവർക്ക് കിട്ടാതെ അവർ ഇന്നത്തെ ദിവസം പെരുവഴിയിൽ നിൽക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ മഴ മാറിയിട്ട് ഇന്ന് അത്യാവശ്യം വെയിലും കൂടെ ഉള്ള ദിവസമായിരുന്നു. വിദ്യാലയങ്ങളൊക്കെ തുറന്ന് അത്യാവശ്യം കയ്യിലുള്ള പണം കൊണ്ട് സ്കൂളിലേക്ക് അയക്കേണ്ട കുട്ടികൾക്കെല്ലാം കാര്യങ്ങളും ഒരു വിധത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മേടിച്ച് ഒപ്പിച്ചിട്ടാണ് ഈ ഒരു മാസം അവർ തരണം ചെയ്തു പോയിരിക്കുന്നത്. നല്ലൊരു ശതമാനം പേരൻസും അങ്ങനെ തന്നെയാണ്. ജൂൺ മാസം എന്ന് പറയുമ്പം നമുക്ക് ഏവർക്കും അറിയാം, അധ്യയന വർഷം ആരംഭിക്കുന്ന സമയമാണ്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ എല്ലാ തരത്തിലും ഉണ്ട് നല്ലൊരു ശതമാനം വ്യക്തികൾക്കും. അതിനകത്ത് ഈ തുണിക്കടയിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഭൂരിഭാഗം പേരും അത്തരം പ്രതിസന്ധിയിൽ കൂടെ ഈ മാസം കടന്നു വന്നവരാണ്. ആകെയുള്ളൊരു ആശ്രയം ഈ 1-ാം തീയതിയോടുകൂടി കിട്ടുന്ന ഒരു സാലറിയാണ്. അതും ഈ പറയുന്ന പോലെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഷട്ടറിട്ട് പോയത് കാരണം അവർ ഇനി എന്ത് ചെയ്യും, ഇനി എന്താണ് അടുത്ത ഇതിൻ്റെ പ്രതിവിധി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമായിരിക്കും. ഒന്നല്ലെങ്കിൽ പോലീസിനെ ആശ്രയിക്കുക, അല്ലാതെ എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞങ്ങളെ പ്രസ്ഥാനം അടച്ചേച്ച് പോയി എന്നും പറഞ്ഞ് പോലീസിനെ ആശ്രയിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
സാധാരണക്കാർക്ക് മറ്റൊന്നും ചെയ്യാൻ നിർവാഹമില്ല. എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസം കയ്യിൽ പണം കിട്ടിയിട്ട് അവർ വേലയെടുത്ത് ആ 1 മാസത്തെ സാലറി കിട്ടിയിട്ട് അത്യാവശ്യമുണ്ട്. അത് കിട്ടാത്തിടത്തോളം കാലം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവർക്കത് ഒരിക്കലും റീപ്ലേസ്മെൻ്റ് ആവുന്നില്ലല്ലോ. കാശിന് കാശ് തന്നെ വേണ്ടേ? മാനേജ്മെൻറ്റിൻ്റെ ഇത്തരം നടപടികളൊന്നും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുകയില്ല. അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിക്ക് തന്നെ സാധാരണക്കാരന് ദോഷം ചെയ്യാതെ, പ്രത്യേകിച്ചും തന്നെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ തന്നെ പരിഗണിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിരുന്നു. അല്ലാതെ ഈ പെരുവഴി നിർത്തിയിട്ട് പോകുന്നതുപോലെ പോയത് ഒരിക്കലും ശരിയായ നടപടിയല്ല എന്ന് മാത്രം നമ്മൾ ഇവിടെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.